ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മൾ ദുബായിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. നേരത്തെ ഞാൻ അബുദാബിയിലെ ബാബ്സ് മന്ദിറിൽ പോയതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഒരു 10-15 മിനിറ്റോളം നടക്കണം. ഇനി ഇവിടെ നിന്ന് നടന്നിട്ട് ബസ് സ്റ്റോപ്പിൽ പോകണം, ബസ് പിടിച്ചിട്ട് മെട്രോ കയറണം. അങ്ങനെ ഒരുപാട് പണികളുണ്ട്. ഇപ്പം ഞങ്ങളുള്ളത് ഷാർജയിലാണ്. ഇപ്പോൾ ഷാർജയിൽ നടന്ന് ദുബായിലേക്ക് പോകാൻ പോവാണ്. ഒരു ബ്രിഡ്ജിൻ്റെ വ്യത്യാസമുള്ളൂ ദുബായും ഷാർജയും തമ്മിൽ. ആ കാണുന്ന ബ്രിഡ്ജ് കടന്നാൽ നമ്മൾ ദുബായിലെത്തും. അങ്ങനെ ബസ്സിൽ കയറി ഇനി ഇവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് ആകും അവിടെ എത്താൻ. പിന്നെ നല്ല ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നേരം വൈകും. അങ്ങനെ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിൽ ഒന്ന് ഇറങ്ങി ഇനി ഇവിടെ നിന്ന് മെട്രോ കയറിയിട്ട് അൽഗുബൈബ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങണം. ഞങ്ങളന്ന് ആദ്യമായിട്ടാണ് ബർദുബായിൽ അമ്പലത്തിലേക്ക് പോകുന്നത്. ബർദുബായിലേക്ക് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ അമ്പലത്തിലേക്ക് പോയിട്ടില്ല. അപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു പോകണമെന്ന് വിചാരിച്ചിട്ട്. അപ്പം എന്തായാലും ഇറങ്ങി. സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിൽ നിന്നും ഒരു 6-7 സ്റ്റോപ്പിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ബർദുബായിലേക്ക്. സത്യം പറഞ്ഞാൽ ബർദുബായിലേക്ക് പോകാൻ അധികം ദൂരമൊന്നുമില്ല. വണ്ടിയിലേക്ക് പോകണമെങ്കിൽ ഒരു 10-20 മിനിറ്റ് അരമണിക്കൂറിനുള്ളിൽ എത്തും. ബസ്സിൽ പോകുമ്പോഴാണ് ഒരുപാട് സമയം എടുക്കുന്നത്. 10 മിനിറ്റ് എടുക്കേണ്ടത് റോഡിൽ ബ്ലോക്കൊക്കെ ആകുമ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആകും. UAE നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള നോൾ കാർഡാണ് നമുക്ക് വേണ്ടത്. ഇത് വെച്ച് നമുക്ക് RTOയുടെ കീഴിലുള്ള ബസ്സിലും മെട്രോയിലും ബോട്ടുകളിലൊക്കെ കയറാൻ പറ്റും. പിന്നെ മെട്രോ അവിടെ 5 മിനിറ്റ് ക്യാബ് എപ്പോഴും ഉണ്ടാകും. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് അൽഗുബൈബ മെട്രോ സ്റ്റേഷനിലാണ്. ഇനി ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് കുറച്ചുകൂടി നടക്കാനുണ്ട്. ഈ ഒരു ക്ഷേത്രം ഉള്ളത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന സ്ഥലത്തല്ല, കുറച്ച് ഉള്ളിലായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഒന്ന് സ്ഥലം കറക്റ്റ് ഏതാണെന്ന് അറിയാത്തത് കൊണ്ട് കുറച്ച് വട്ടം കറങ്ങി. പിന്നെ ഞങ്ങൾ നമ്മുടെ ഗൂഗിൾ അമ്മച്ചയും വഴികാട്ടിയായിട്ട് കൂടെ കൂട്ടി. ഈ കാണുന്ന ഇവിടെ ദുബായ് ഷെയ്ഖിൻ്റെ ആദ്യം താമസിച്ചിരുന്ന കൊട്ടാരമാണ്. ഇപ്പോൾ അത് മ്യൂസിയമാണ്. അങ്ങനെ നമ്മൾ നടന്ന് ദുബായ് ക്രീക്കിൻ്റെ സൈഡ് എത്തിയിട്ടുണ്ട്. ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും, പ്രത്യേകിച്ച് ഈ പബ്ലിക് ഹോളിഡേയ്സിലൊക്കെ. ദൂരെ നോക്കുമ്പോൾ ദേ ഒരു ബോട്ട് വരുന്നതുണ്ടോ, ഇതാണ് ഇവിടുത്തെ അബ്ര. ഇതിൽ നമ്മൾ നേരത്തെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബോട്ട് റൈഡിൻ്റെ ഒരു വീഡിയോ നേരത്തെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൽ കയറിയാണെങ്കിൽ 2 ദിർഹം ചാർജ് വരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ അന്ന് പോയത് ദേറിയിലേക്കും പിന്നെ ദേറിയിൽ നിന്ന് ഇങ്ങോട്ടുമാണ് യാത്ര ചെയ്തത്. പിന്നെ ഈ ക്രീക്കിൻ്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും കോഫി ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ അബ്ര സ്റ്റേഷൻ. ഇതിൽ കയറി ഈ ഒരു ക്രീക്കിലൂടെയുള്ള ഒരു ബോട്ട് റൈഡ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. ഞങ്ങൾ പിന്നെ ഇതിൽ നേരത്തെ പോയിട്ടുള്ളത് കൊണ്ടും പിന്നെ ഇപ്പോൾ പോകാൻ സമയമില്ലാത്തത് കൊണ്ടും നേരെ അമ്പലത്തിലേക്ക് തന്നെ നടന്നു. അങ്ങനെ നമ്മൾ നടന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഓൾഡ് സൂക്കിലാണ്. ഇനി ഇതിനകത്തൂടെ കുറച്ച് നടന്നാലാണ് നമ്മൾ അമ്പലത്തിലെത്തുന്നത്. കുറേ നടന്നു കഴിയുമ്പോൾ പൂജാ സാധനങ്ങളൊക്കെ വെക്കുന്ന ധാരാളം ഷോപ്പ് കാണാൻ പറ്റും. അതിനടുത്തായിട്ടാണ് അമ്പലമുള്ളത്. അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചുറ്റും ധാരാളം ഷോപ്പുകളാണ് ഉള്ളത്. ചെറുതും വലുതുമായിട്ടുള്ള സുവനീർ ഷോപ്പുകളും ടെക്സ്റ്റൈൽ ഷോപ്പുകളും പിന്നെ ജ്വല്ലറീസ്, സ്പൈസസ്, പിന്നെ ബാഗുകൾ, ചെരുപ്പുകൾ, ഇതുപോലെ ലൈറ്റുകൾ, അങ്ങനെ വിൽക്കുന്ന ധാരാളം കടകളുണ്ട്. ഈ ലൈറ്റ്സ് ഒക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ. പാപ്പൊന്നും ഇഷ്ടമായി, അവള് കണ്ടപ്പോൾ തന്നെ അതും പിടിച്ചുകൊണ്ട് നിൽക്കണ്ടായിരുന്നു കുറേ നേരം. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിവിടെ വിലപേശി സാധനങ്ങൾ മേടിക്കാൻ പറ്റും. അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ എപ്പോൾ വന്നാലും നല്ല തിരക്കുമായിരിക്കും. UAE വിസിറ്റ് ചെയ്യുന്നവർ കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് ബർദുബായ്. ഷോപ്പിങ്ങിനായിട്ടും പിന്നെ ധാരാളം റെസ്റ്റോറൻറ്റൊക്കെ ഉള്ളതുകൊണ്ട് പല ഫുഡ് വെറൈറ്റീസ് നമുക്ക് ഇവിടെ ട്രൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ക്രീക്കിലൂടെയുള്ള ബോട്ട് യാത്രയൊക്കെ പുറത്തുനിന്ന് വരുന്നവർക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ പിന്നെ എവിടെ നോക്കിയാലും ഇതുപോലെയുള്ള സ്പൈസസ് വിൽക്കുന്ന കട കാണാൻ പറ്റും. അവിടെ ആയിട്ട് ഇതുപോലെ പോയിക്കാനൊക്കെ വെച്ചിട്ട് നല്ല മണമായിരിക്കും അതിവിടെ പോകുമ്പോൾ തന്നെ. ഇത് ഇവിടെയൊക്കെ കാണുന്ന നല്ല ഹെവി വർക്കുള്ള ഡ്രസ്സുകളാണ്. ഇതെന്താ നടന്നിട്ട് എത്താത്ത എന്നാലോചിച്ച് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാനം ദേ അമ്പലത്തിൻ്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട്. ആ പരിസരത്ത് എത്തിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ചുറ്റും ധാരാളം പൂജാ സാധനങ്ങളും പൂക്കളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളാണ്. ഈ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ തന്നെ നല്ല മണമാണ്. അങ്ങനെ നടന്ന് അവസാനം നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. ധാരാളം ചെടികളൊക്കെ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ചെടികളും മരങ്ങളൊക്കെ ആയിട്ട് ഒരു നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണത്. ഞങ്ങളിവിടെ എത്തുമ്പോൾ ഏകദേശം 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട്. 2 ഫ്ലോറിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നേരെ കയറി പോകുന്നത് മുകളിലേക്കാണ്. അമ്പലത്തിനകത്ത് പോയിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഇവിടെയുള്ള പ്രതിഷ്ഠ ഭഗവാൻ ശിവന്റെയും ശ്രീകൃഷ്ണന്റെയുമാണ്. ഇപ്പം ഞങ്ങളിരിക്കുന്നത് താഴെയുള്ള പ്രെയർ ഹാളിലാണ്. നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് നമുക്ക് ഈ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ കിട്ടുന്നത്.
അവിടെ നിന്ന് നമ്മൾ പ്രദർശനമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ എല്ലാവർക്കും പ്രസാദവും കിട്ടും. ഈ ഒരു പ്രയർ ഹാളിലായിട്ട് തന്നെ എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്നു. ഇവിടെയൊക്കെ വരുമ്പോഴാണ് ശരിക്കും നമുക്ക് മൈൻഡിനൊക്കെ നല്ലൊരു റീഫ്രഷ്മെൻറ്റ് ഫീലൊക്കെ കിട്ടുന്നത്. അങ്ങനെ ഒരു 10-20 മിനിറ്റോളം അവിടെ ഇരുന്ന ശേഷം പിന്നെ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. അമ്പലത്തിന് ഫ്രണ്ടിലായിട്ട് തന്നെ സൈഡിലായിട്ട് ചെരുപ്പൊക്കെ ഉരുവിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴാട്ടെ അവിടെ അടുത്തുള്ള പൂജാ ഷോപ്പിന് മുമ്പിലായിട്ടൊക്കെ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കി ഇങ്ങനെ കുറേ നടന്നു. ഇവിടെ കുറേ ശ്രീകൃഷ്ണൻ്റെയും ഗണപതിയുടെയും ഒക്കെ വിഗ്രഹങ്ങളൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് പക്കോട സ്ട്രീറ്റിലേക്കാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. അതുപോലെ പിന്നെ ബർദുബായിൽ വന്നാൽ ഇവിടെ കയറാതെ ഞങ്ങൾ പോവില്ല. എപ്പോൾ ബർദുബായി വരുമ്പോഴും ഞങ്ങൾ ഇവിടെ വന്ന് പക്കോട കഴിച്ചിട്ടേ പോകാറുള്ളൂ. ഈ ഭാഗത്ത് കൂടുതലുള്ളതും മലയാളികളുടെ കട തന്നെയാണ്. പിന്നെ ഇവിടെ എപ്പോൾ വന്നാലും നല്ല തിരക്കുമായിരിക്കും. ഈ ഒരു സ്ട്രീറ്റ് അറിയപ്പെടുന്നത് തന്നെ പക്കോട സ്ട്രീറ്റ്, സമൂസ സ്ട്രീറ്റ് എന്ന പേരിലൊക്കെയാണ്. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് കുറച്ച് പക്കോടയും കഴിച്ച് സർബത്തും കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇവിടെ ഒരാളാണെങ്കിൽ ജ്യൂസ് കുടിക്കണോ സർബത്ത് കുടിക്കണോ എന്ന കൺഫ്യൂഷനിൽ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് ഷോപ്പിംഗ് കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓണമൊക്കെ വരാറായില്ലേ, അപ്പോൾ നിതുബേബിക്ക് ഡ്രസ്സൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ഓണത്തിനും ഇവിടെ വന്നിട്ട് തന്നെയാണ് മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഈ ഓണം, വിഷു പോലുള്ള ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഈ ട്രഡീഷണൽ ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് മലയാളികളുടെ കടകളിൽ തന്നെ വരണം. കല്യാൺ സിൽക്സിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്ന അവിടെ തന്നെ ലുലു ഒക്കെ ഉണ്ടെങ്കിലും ഓണത്തിന് ഒരാഴ്ച മുമ്പൊക്കെയാണ് അവിടെ ഓണം കളക്ഷൻസ് ഒക്കെ വരുന്നത്. ഇവിടെ വന്നിട്ട് ഈ ഒരു ഷോപ്പുകൾ കണ്ടുപിടിക്കുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. ധാരാളം സ്ട്രീറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഏതിൽ കൂടെ പോകണമെന്നുള്ള കൺഫ്യൂഷനാണ്. പക്ഷേ ഗൂഗിൾ വെച്ചുള്ളതുകൊണ്ട് നമുക്ക് പിന്നെയും രക്ഷപ്പെട്ടു. അങ്ങനെ അവിടെ എത്തി. അവിടെ കുറേ നേരം ഓരോ നോക്കി നിന്നിട്ട് പിന്നെ അങ്ങനെ സമയം പോയി. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 8:30 കഴിഞ്ഞു. തിരിച്ച് നടക്കുന്ന വഴിക്ക് ഇതേ കരിമ്പിൻ ജ്യൂസിൻ്റെ കുറേ കടകളുണ്ടായിരുന്നു. അപ്പോൾ ഒരാഗ്രഹം എന്നാൽ പിന്നെ കരിമ്പിൻ ജ്യൂസ് കുടിച്ചാലോ എന്ന് വിചാരിച്ച് അത് മേടിച്ചു. അല്ലെങ്കിലും കുറേയായി കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ട്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ എന്തോ കുടിച്ചാണെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒരു 10 മിനിറ്റോളം നടക്കുമ്പോൾ മെട്രോ സ്റ്റേഷനിലെത്തി. ഇതിപ്പോൾ ഷറഫ് DG മെട്രോ സ്റ്റേഷനാണ്. ഇനി ഇവിടെ നമുക്ക് നേരെ സ്റ്റേഡിയത്തിലേക്ക് പോവാം. ഇവിടെ ഇപ്പോൾ രാത്രി 12 മണി വരെയൊക്കെ മെട്രോ ഉണ്ടാകും. നിതുബേബിക്ക് പിന്നെ പുറത്തിറങ്ങിയാൽ പിന്നെ ഓടിച്ചാടി നടക്കാനൊക്കെയാണ് ഇഷ്ടം. നമ്മൾ എടുത്തുകൊണ്ട് നടക്കണമെങ്കിൽ അവിടെ നിന്ന് ചാടി ഇറങ്ങിക്കോളും. ഇതേ അങ്ങനെ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്ന് 2-3 മിനിറ്റ് നടന്നാൽ നമുക്ക് ബസ് സ്റ്റേഷനെത്താം. ബസ് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിനി നേരെ കയറിയിട്ട് വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ബർദുബായും അമ്പലക്കാഴ്ചകളുമായിട്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.